അപ്പം ഐ വാസ് സോ ക്ലിയർ ഇഫ് ഐ എം ഗോയിങ് ഇൻ ടു എ ഷോ ലൈക്ക് ബിഗ് ബോസ്, ഇത് ഇത്രയും മനുഷ്യർ കാണുന്ന ഷോ ആണ്. ആൻഡ് ഓൾസോ അവരിഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ മുകളിലെത്താൻ വേണ്ടിയിട്ട് ഏത് രീതിയിലും പുറത്ത് കളികൾ നടത്താൻ കഴിവുള്ള ഒരു ഫാൻ ബേസ് കേരളത്തിൽ എല്ലാ സീസണിലും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇറ്റ്സ് ഒബ്വിയസ്, ഐ നോ ഞാൻ എത്രമാത്രം എമൗണ്ട് ഓഫ് ഹെയ്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്. Thank you so much for telling us that so clearly, Riaz. I also wanted to know one more thing. നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുന്ന സമയത്ത് ഒബ്വിയസ്ലി ദർ വാസ് എ ലോട്ട് ഓഫ് സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് പലപ്പോഴും റിയാസിൻ്റെ എപ്പിസോഡ്സ് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ പോലും ഇത് കാണുന്ന ആൾ പോലും ഭയങ്കര സ്ട്രെസ് കയറിയിട്ട് എനിക്കിതിപ്പോൾ കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് മാറ്റി വെച്ച് ബാക്കി പിന്നെ കാണാം എന്ന് വെച്ച് മാറ്റി വെച്ച സമയങ്ങളൊക്കെ ഉണ്ട്. സോ ഞങ്ങൾക്കത് മാറ്റി വെക്കാൻ പറ്റും. ഒബ്വിയസ്ലി അതിനകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല. യു ആർ ലിവിങ് ദ സ്ട്രെസ്, റൈറ്റ്? അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും അധികം വേണ്ടത് കുറച്ച് ആൾക്കാരുടെ കൈൻഡ്നെസ്, കുറച്ച് എംപത്തി, കുറച്ച് നമുക്ക് സപ്പോർട്ടായിട്ടുള്ള സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം, സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ. ഇതാണെങ്കിൽ അതിനകത്ത് ഫുൾ ക്യാമറയും നിങ്ങൾക്ക് മൈക്കും ഒക്കെ ആണല്ലോ. സോ യു കാൺട്ട് റിയലി ബി യുവർ സെൽഫ് and just let loose or have an emotional breakdown or just talk to your friend, just bitch about another person. ഇതൊന്നും നമ്മൾ നോർമൽ ലൈഫിൽ ഗോസിപ്പ് ചെയ്യുന്ന പോലെ, ബിച്ച് ചെയ്യുന്ന പോലെ, കരയുന്ന പോലെ, ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്ന പോലെയൊന്നും ഇതിനകത്ത് നമുക്ക് അത്രത്തോളം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് എവ്രിബഡി ഈസ് വാച്ചിങ് യു ഓൾ ദ ടൈം, റൈറ്റ്? അപ്പോൾ ഹൗ വാസ് ഇറ്റ് ടു ബി ഇൻ സൈഡ് ആൻഡ് നോട്ട് ബി ഏബിൾ ടു ലെറ്റ് യുവർ ഇമോഷൻസ് ഔട്ട്? Also, was there kindness and empathy in people inside? മെൻ്റൽ ഹെൽത്തിനെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരകത്ത് ഉണ്ടായിരുന്നു. പോസിറ്റീവ്ലി നിങ്ങൾ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത്, നിങ്ങൾ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങളടുത്തേക്ക് വന്നതും അല്ലെങ്കിൽ നിങ്ങളെ ചൊറിയാൻ വേണ്ടി വന്നവരുമായിരുന്നു. ഹൗ ഡിഡ് ഇറ്റ് ഗോ? By the way, I do bitch a lot. Yes, I saw that. Thank you. Thank you for that validation. Okay, so mental healthനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ I remember in a morning task നമുക്കൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ബിഗ് ബോസിൻ്റെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ഉണ്ടാക്കണമെങ്കിൽ റിയാസ് എന്ത് ക്യാപ്ഷൻ കൊടുക്കും? ആൻഡ് ഐ ക്ലിയർലി റിമെമ്പർ ഐ സെഡ് മെൻ്റൽ ഹെൽത്ത് മാറ്റേഴ്സ്. ഓക്കെ, കാരണം ബിഗ് ബോസ് പോലെ ഒരു വീട്ടിൽ ഓരോ ദിവസം സർവൈവ് ചെയ്യുക, ദാറ്റ്സ് എ ബിഗ് ഡീൽ. കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ നമ്മളെ പുറത്ത് ലൈഫിൽ വി ഹേറ്റ് സംവൺ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരാളുടെ അടുത്ത് ഡിസഗ്രീമെൻ്റ് ഉണ്ട്, അയാളുടെ സ്വഭാവം നമുക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഓൾവേസ് ഹാവ് എൻ ഓപ്ഷൻ, അവരുടെ മുന്നിലേക്ക് പോവാതിരിക്കുക. ഡോണ്ട് ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദം അറ്റ് ഓൾ. വി ഹാവ് എൻ ഓപ്ഷൻ, വി ഓൾവേസ് ഹാവ് എൻ ഓപ്ഷൻ. പക്ഷേ ഇൻ ബിഗ് ബോസ് ഹൗസ് അതല്ല. യാ, എക്സാക്ട്ലി. സോ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, വി ഹാവ് ടു ഡു ദ ടാസ്ക്സ് വിത്ത് ദം. ഓക്കെ, നമ്മൾ രാവിലെ ഐ റിമെമ്പർ. ഓക്കെ, സോ നമ്മൾ രാവിലെ ആരുമായിട്ട് തല്ലിടുന്നു ആ സെയിം ആൾക്കാരുമായിട്ട് രാത്രി വി ഹാവ് ടു ഡു ദ ടാസ്ക് ടുഗെദർ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഡ്യൂട്ടീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതൊരു വലിയ പാഠമായിരുന്നു. ദാറ്റ് ലൈഫിൽ കുറേ ആൾക്കാരെ ഇഗ്നോർ ചെയ്ത് മാറ്റി നിർത്താതെ വി ക്യാൻ ഓൾസോ കണക്ട് വിത്ത് ദം. പക്ഷേ ദാറ്റ്സ് ടോക്സിക്. യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ജസ്റ്റ് ബിക്കോസ് അത് ബിഗ് ബോസ് ആയതുകൊണ്ട് അവിടെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഓക്കെ, പക്ഷേ ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അതൊരു വലിയ മെസ്സേജാണ്, ഞാൻ പുറത്ത് പോയും ഇങ്ങനെ ചെയ്യും. ഓക്കെ, എനിക്കൊരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ കൂടുതൽ അവരുമായിട്ട് സംസാരിച്ചെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. ബട്ട് ട്രസ്റ്റ് മീ, യു ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. ഇഫ് യു ആർ ഗെറ്റിംഗ് റെഡ് ഫ്ലാഗ്സ് ഫ്രം എ പേഴ്സൺ, അത് നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ ലവ് ആയിക്കോട്ടെ, ഓക്കെ, ഇഫ് യു ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് റെഡ് ഫ്ലാഗ്സ്, കട്ട് ഇറ്റ്. നോട്ട് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ്, ബട്ട് സ്റ്റിൽ യു ക്യാൻ ടേക്ക് ടൈം ആൻഡ് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആൻഡ് സ്റ്റിൽ ഇഫ് യു ഫീൽ ലൈക്ക് ഇത് നടക്കില്ല, ഓക്കെ, യു ഡോണ്ട് വാണ്ട് ടു ലീവ് ഇൻ സച്ച് എൻ എൻവയോൺമെൻറ്റ്, കട്ട് ഇറ്റ്, കട്ട് ദാറ്റ് ക്രാബ്. ദാറ്റ്സ് വാട്ട് യു ഷുഡ് ഡു ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് നെസസറി നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ കുറേ മനുഷ്യന്മാർ വേണമെന്ന്. നോട്ട് നെസസറി അറ്റ് ഓൾ. ഇഫ് യു ഹാവ് ഫ്യൂ പീപ്പിൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലും നിങ്ങളുടെ കൂടെ വേണം, പ്ലസ് ദേ ആർ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഇൻ ഓൾ സെൻസ്, നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് മാച്ച് ചെയ്യുന്നു, ദ നോട്ട് ടോക്സിക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പോലും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. യെസ്, ആൻഡ് ഇഫ് ദേ ആർ സോ ഗുഡ് അറ്റ് കീപ്പിംഗ് ബൗണ്ടറീസ്, അങ്ങനെയാണെങ്കിൽ ആ കുറച്ച് ആൾക്കാർ ഇസ് ഇനഫ് ഇൻ അവർ ലൈഫ്സ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് നെസസറി എല്ലാവരെയും പ്ലീസ് ചെയ്ത് നമുക്ക്. ടു ബി ഓണസ്റ്റ്,
ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യന്മാരോടും ഇപ്പോൾ കണക്റ്റഡ് അല്ല. ഓക്കെ, പക്ഷേ ഇഫ് കണക്റ്റഡ് ആയാൽ എനിക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, ട്രസ്റ്റ് മീ, ബിക്കോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഫ്രം ദ ഇൻഡസ്ട്രി. ഇഫ് ഐ വോണ്ട് ടു വർക്ക് ഇൻ ദ ഇൻഡസ്ട്രി, ഞാൻ അവരുമായിട്ട് നല്ല സൗഹൃദം കീപ്പ് ചെയ്താൽ എനിക്ക് നല്ലതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇറങ്ങിയിട്ട് തന്നെ. ഐ കാൺ ഡു ദാറ്റ് ബിക്കോസ് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ല എനിക്ക് ഇമ്പോർട്ടൻറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് ഇൻ ദാറ്റ് നെഗറ്റീവ് എൻവയോൺമെൻറ്റ്. എക്സാക്ട്ലി. ഈവൻ ഷോന്ന് ഇറങ്ങിയിട്ടായാലും I was taking my time ഓരോ കാര്യങ്ങൾ slowly ചെയ്യാൻ. Okay, I can also go to like multiple interviews and inaugurations and scream. യൂസ് പ്രോപ്പർലി യൂസ് ചെയ്ത് എങ്ങനെ. ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, കാരണം എപ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ കുറച്ച് കാലം കത്തി നിൽക്കും, ചിലപ്പോൾ അണഞ്ഞു പോകും. ഓക്കെ, സോ എല്ലാവർക്കും ഇങ്ങനൊരു മൈൻഡിലുണ്ട് ഈ സമയം യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു. പക്ഷേ ഞാൻ ഇറങ്ങിയിട്ട് ഐ വാസ് നോട്ട് റണ്ണിങ് ഓൾ പ്ലേസ് ആൻഡ് ഗിവിങ് ഇൻ്റർവ്യൂസ് ആർ ഡൂയിങ് ഇനാഗുറേഷൻസ് ആൻഡ് സ്ക്രീമിങ്. ഓക്കെ, ഞാൻ എപ്പോഴും ഫെയിം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരാളല്ല. യുനോ, ഇഫ് ഫെയിം ഇസ് റിയലി ഗെറ്റിംഗ് ഇൻ ടു യുവർ നെർവ്സ്, യു വിൽ ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഞാൻ എനിക്കിനി പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകണ്ട എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് ഇൻ ദോസ് സെയിം സിറ്റുവേഷൻസ്. അതാണ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. എനിക്കിനി ജീവിക്കാൻ താല്പര്യമില്ല. ആ രീതിയിൽ എൻ്റെ ലൈഫിനെ നല്ലതായിരിക്കണം ആഫ്റ്റർ ബിഗ് ബോസ്. ദാറ്റ് ഡസൻറ്റ് മീൻ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുതിയൊരു മനുഷ്യനായി വരും, പുതിയൊരാളാവും ജസ്റ്റ് ബിക്കോസ് ഫെയിം ഗോട്ട് ഇൻ ടു മൈ നെർവ്സ്. നോ, ഇഫ് ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെ ആയിരുന്നു ബിഫോർ ബിഗ് ബോസ്, ഐ ബി ദാറ്റ് ഓൺലി. ജസ്റ്റ് ബിക്കോസ് കുറേ ആൾക്കാർ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു, എൻ്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു, നൗ ഐ എം ഗോണ ബി സെലിബ്രിറ്റി. ദാറ്റ്സ് നോട്ട് ദ മോഡ്. യാ, ഇറ്റ് വിൽ ബി. ഓക്കെ, ടിൽ എൻ്റെ ലൈഫ് തീരുന്നത് വരെ ഐ ബിലീവ്. ആൻഡ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇറങ്ങിയിട്ടായാലും ടേക്കിംഗ് യുവർ ടൈം, ഗിവിങ് ഇമ്പോർട്ടൻസ് ടു യുവർ മെൻ്റൽ ഹെൽത്ത്, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മാത്രം ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ജസ്റ്റ് ബിക്കോസ് ഫെയിം തീർന്ന് പോകുന്നതിന് മുമ്പ് ഐ ഹാവ് ടു ഡു എവറിത്തിങ് ടുഗെദർ. ദാറ്റ്സ് നോട്ട് മൈ കൺസേൺ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. കാരണം ഇറങ്ങിയിട്ടായാലും ഞാൻ അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറേ കാര്യങ്ങൾ ഐ എം ഡീലിംഗ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, ബിക്കോസ് എസ്പെഷ്യലി ഓൾ ദീസ് തിങ്സ് ആർ സോ ന്യൂ ഫോർ മീ. സോ എനിക്കിതിൽ അഡ്ജസ്റ്റ് ആയി വരാൻ കുറേ ടൈം എടുക്കും. ഈവൻ ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ കംപ്ലൈനിങ് കി റിയാസ് ഇറങ്ങി വന്നിട്ട് പുതിയൊരു മനുഷ്യനായി തോന്നുന്നു, എന്താ അഹങ്കാരമാണ് റിയാസിൻ്റെ. ഇപ്പോൾ വി വോട്ടഡ് ഫോർ റിയാസ് ആൻഡ് ഓൾ. ഐ വാല്യൂ ദ ലവ് എനിക്ക് കിട്ടിയ ഓരോന്നും. പക്ഷെ ചില മെസ്സേജസ് ഒക്കെ ഞാൻ ഇടയ്ക്ക് കേട്ട് നോക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് സോ റൂഡ് കി വി വോട്ടഡ് ഫോർ യു ആൻഡ് ഹൗ ഡെയർ യു നോട്ട് ടു ഗിവ് അസ് റിപ്ലൈ, അങ്ങനെയൊക്കെ ഉള്ളത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം മൈ കൺസേൺ എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, എനിക്ക് പ്രോപ്പർലി ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കി ചെയ്യുക. ദാറ്റ് ഈസ് മൈ കൺസേൺ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ഐ റിമെമ്പർ ഒളിമ്പിക്സിൻ്റെ സമയത്ത് ഒരു അത്ലറ്റ് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല, സോ ഐ വിൽ നോട്ട് ബി കോമ്പീറ്റിംഗ് എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ ദ എൻറ്റയർ വേൾഡ് വാസ് ലൈക്ക്, ഹൗ കെൻ യു ഡൂ ദാറ്റ്? യു ആർ എൻ ഒളിമ്പിക് ചാമ്പ്യൻ, യു കനോട്ട് ഡൂ ദിസ്, യു ആർ ലെറ്റിംഗ് ഡൗൺ യുവർ കൺട്രി. ആ ഒരു രീതിയിൽ അവരെ കണ്ടിരുന്നു. ബട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ഓൾസോ സെഡ് ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഹർ മെൻ്റൽ ഹെൽത്ത്. ദാറ്റ് ഈസ് ഹ്യൂജ്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്, റൈറ്റ്? നൗ ദാറ്റ് യു ടോക്ക് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ തിങ്, ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഇപ്പോൾ റീസെൻ്റ്ലി നിനക്ക് ഞങ്ങൾ വോട്ട് ചെയ്തത് ഇന്നതിന് വേണ്ടിയിട്ടാണ്, സോ യു ആർ സപ്പോസ് ടു ഡു സോ ആൻഡ് സോ തിങ്സ് ഫോർ അസ് എന്നുള്ള രീതിയിൽ റിയാസിനോട് മാത്രമല്ല പല രീതിയിൽ പല കണ്ടസ്റ്റൻസിനോടും ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടസ്റ്റൻറ്റ് എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിന്നെ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് നീ കല്യാണം കഴിക്കുമെന്ന് ഓർത്തിട്ടാണ്, സോ യു ബെറ്റർ ഡു ഇറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. സോ യു ആർ ഓൾസോ പ്രോബ്ലി ഫേസിങ് എ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ദാറ്റ്. അവർ പറഞ്ഞതുപോലെ തന്നെ നിനക്ക് ഞങ്ങൾ വോട്ട് ചെയ്തത് നീ ഒരു നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്, എന്നിട്ട് നീ എന്താ ഞങ്ങളെ കൂടെ നിൽക്കാത്തത് അല്ലെങ്കിൽ ചെയ്യാത്തത്? ദീസ് കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻസ് ദാറ്റ് പീപ്പിൾ ആർ പുട്ടിങ് ഓൺ യു. ഞങ്ങൾ വോട്ട് ചെയ്തത് ഇന്നതിന് വേണ്ടിയിട്ടാണ്. ഡിഡ് യു ഗൈസ് ഗിവ് എനി കൈൻഡ് ഓഫ്, ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ ആദ്യം പോയി പറയില്ലേ ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്താൽ ഞങ്ങൾ കള്ള് മേടിച്ച് തരാം, അത് മേടിച്ച് തരാം, ലാപ്ടോപ്പ് മേടിച്ച് തരാം. യു ഗൈസ് ഡിഡ്ന്റ് ഡു എനിത്തിങ് ലൈക്ക് ദാറ്റ്. And still this is expected of you. How heavy is this expectation? How is it to live with these kind of expectation? ഇപ്പോൾ ആ കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും കല്യാണം നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ആളല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിക്കേണ്ട ഒരു ലൈഫ് പാർട്ട്ണർ ആണല്ലോ. ഇങ്ങനെ വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കെട്ടാനൊന്നും പറ്റില്ലല്ലോ. സോ ഹൗ ഹെവി ഇസ് ഇറ്റ്? How is it burden? Is it like a burden? Is it bothersome? What is going on with your lives? Okay. സോ അതിൽ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് വന്നു, അതിൽ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ് ചെയ്ത് പറയാം. ഒന്നാമത്തത്, നമ്മൾ പോകുന്നതിന് മുമ്പ് പൊളിറ്റീഷ്യൻസ് ഒക്കെ പറയുന്ന പോലെ നമുക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ, യു ഡിഡൻ ഗൈസ് ഡു ഇറ്റ് എന്ന് എന്നോട് ചോദിച്ചില്ലേ? ദിസ് ഗൈ ഡിഡൻ ഡു ഇറ്റ്, നോട്ട് ദിസ് ഗൈസ്. കാരണം അങ്ങനെ ചെയ്തിട്ട് പോകുന്ന മനുഷ്യന്മാർ ബിഗ് ബോസിലുണ്ട്. ഈ ഷോൻ്റെ ക്വാളിറ്റി താഴ്ന്നു പോകുന്നത് തന്നെ അവിടെയാണ്. ഓക്കെ,
കുറേ കണ്ടസ്റ്റൻസ് ഒരുമിച്ച് കയറുന്നു. സം പീപ്പിൾ ഹാവ് സെറ്റ് പ്ലാൻ, പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. സോ ദേ ആർ റെഡി ടു ത്രോ ലാക്സ് ഓഫ് റുപ്പീസ് ഫോർ ഇറ്റ്. ഓക്കെ, എന്നിട്ട് അവർ കയറുമ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്ത് അവരെ എങ്ങനെ പൊക്കാം. ദാറ്റ്സ് ദ ഹോൾ പ്ലാൻ. ഇറ്റ്സ് ഹാപ്പനിങ്, ട്രസ്റ്റ് മീ. ഈ ഷോൻ്റെ ക്വാളിറ്റി പോലും പല സമയത്തും ഡിഗ്രേഡായി പോകുന്നതും ഡിസേർവിങ് അല്ലാത്ത ആൾക്കാർ മുന്നോട്ട് പോകുന്നതും അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ ആദ്യം കിട്ടുന്ന ഒരു കിക്ക് സ്റ്റാർട്ട് ഫ്രം ദ PR ആണ്. ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ആൻഡ് രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. യു ആസ്ക്ഡ് അബൌട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത് കൊണ്ട് യു ഹാവ് ടു ഡു ഇറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ പറഞ്ഞു, ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ കാര്യം. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ഹൈലൈറ്റ് നെയിംസ്. ഇഫ് നിങ്ങൾ ഒരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ അയാൾ ഇത് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, യു വോട്ടിങ് ഫോർ സം വൺ ബിക്കോസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട് ആ കണ്ടസ്റ്റൻറ്റ് മറ്റേ ആളെ കല്യാണം കഴിക്കുമെന്ന്. ലൈക്ക് വാട്ട് ഡു യു തിങ്ക് ഓഫ് കണ്ടസ്റ്റൻസിൻ്റെ പേഴ്സണൽ ലൈഫ്? നിങ്ങൾ വോട്ട് കാരണം ഡോണ്ട് തിങ്ക് നിങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ട് ദേ ആർ കൈൻഡ് ഓഫ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തരാം ഫോർ ദ ഫാൻസ്. ജസ്റ്റ് ബിക്കോസ് യു പുട്ട് എ ഹാഷ്ടാഗ് ടുഗെദർ ദാറ്റ് ഡസൻ മീൻ അത് അങ്ങനെ ആവുമെന്ന്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ശാഠ്യം പിടിച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതങ്ങനെ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ യു ആർ ഗോയിങ് ടു അറ്റാക്ക്. ആൻഡ് അറ്റാക്ക് എപ്പോഴും ആർക്കാ വരിക? ഇറ്റ്സ് ഒബ്വിയസ്, സ്ത്രീകളുടെതിരെ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരികയും ചെയ്യുക, എസ്പെഷ്യലി ദീസ് കപ്പിൾ കൈൻഡ് ഓഫ് തിങ്സിൽ. ഓക്കെ, ഇറ്റ് ഡസൻ മാറ്റർ ആരുടെ ഭാഗത്ത് തെറ്റാണ് ശരിയാണെന്ന്. അവിടെയാണ് ബൗണ്ടറീസിൻ്റെ കാര്യം ഇസ് ഇമ്പോർട്ടൻറ്റ്. യു ക്ലിയർലി ഹാവ് ടു സെറ്റ് ബൗണ്ടറീസ് സമയത്ത്. പക്ഷേ അതെല്ലാവർക്കും എളുപ്പമാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇറ്റ്സ് സോ ഈസി ഫോർ അസ് ടു സേ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യണം, നോ പറയണമെന്ന്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പക്ഷേ പല സമയത്തും സാധാരണ മനുഷ്യന്മാർക്ക്, എസ്പെഷ്യലി ബിഗ് ബോസിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ ഇറ്റ്സ് ഗോണ ബി സോ ഹാർഡ് ടു സേ നോ, അല്ലെങ്കിൽ ക്ലിയർലി ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പക്ഷേ യു ഹാവ് ടു ലുക്ക് ഫോർവേഡ്. കാരണം ഈ ഷോ പുറത്ത് എങ്ങനെയാണ് പോകുന്നതെന്ന് കുറച്ചെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഇഫ് യു ആർ ഗോയിങ് ടു ദ ഷോ, ഇഫ് യു ആർ നോട്ട് പ്രോപ്പർലി സെറ്റിംഗ് യുവർ ബൗണ്ടറീസ്, യു വിൽ ഹാവ് ടു ഫേസ് ദ ഡിഫിക്കൽട്ടീസ്. കാരണം കുറേ ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വി ഹാവ് സീൻ ഫ്രം ദ പ്രീവിയസ് സീസൺ. The way you're gonna get attacked if you are not clearly setting your boundaries എന്നുള്ളത് എവിഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെയിം വേ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാലും ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ബിക്കോസ് വി വോട്ടഡ് ഫോർ റിയാസ്, അതുകൊണ്ട് വി ആർ എക്സ്പെക്ടിങ് ദിസ് ആൻഡ് ദിസ് ഫ്രം റിയാസ്, യു ഹാവ് ടു ഗിവ് ഇറ്റ്. നോബഡി ക്യാൻ കം ആൻഡ് ആസ്ക് മീ ഫോർ ദാറ്റ്. ഓക്കെ, ബിക്കോസ് ഐ എം അൺഎബിൾ. ഇറ്റ്സ് അബൌട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് മൈ കൺസേൺ. ആൻഡ് വേറെ ഒരു കാര്യം, നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ വി ഹാവ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഇൻ ബിഗ് ബോസ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇഫ് ഇറ്റ്സ് റിക്വയർഡ് ദർ ആർ സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കാട്രിസ്റ്റ് വി ക്യാൻ ടോക്ക് ടു, നമുക്ക് സംസാരിക്കാം. ആൻഡ് ഇപ്പോൾ നമ്മൾ ഒളിമ്പിക്സിലെ കാര്യം പറഞ്ഞതുപോലെ വെരി എക്സാമ്പിൾ നമ്മുടെ ബിഗ് ബോസിൽ തന്നെ സംസാരിച്ചു. ഓക്കെ, നമ്മൾ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്ക് മാനസികപരമായി അസുഖമാണ്, ഓക്കെ, നമ്മളൊരു രോഗിയാണ് എന്നാണ് പുറത്ത് പറയുക. വെരി എക്സാമ്പിൾ, ജാസ്മിൻ ഷോന്ന് പോയത് ജാസ്മിൻ മാനസിക രോഗി ആയതുകൊണ്ടാണെന്നാണ് ആൾക്കാർ പറയുന്നത്. ബിക്കോസ് ഷീ ഹാഡ് മൾട്ടിപ്പിൾ പാനിക് അറ്റാക്സ് ഇൻ ദ ഷോ. ഓക്കെ, ഇറ്റ്സ് സോ ഹാർഡ് ടു ഈവൻ ലുക്ക് അറ്റ് ഹർ ആൻഡ് നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പോലും അത്ര ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ ജാസ്മിൻ പോകുന്ന ഡിഫിക്കൽട്ടീസ്? പക്ഷെ അപ്പോഴും അവിടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ, നീ മറ്റവനെ പേടിച്ചത് കൊണ്ടല്ലേടി മറ്റവളെ നീ ഷോന്ന് ഇറങ്ങി പോകുന്നത്? നിനക്ക് ധൈര്യമില്ലല്ലോ. ദാറ്റ് ഈസ് യു. ലുക്ക് അറ്റ് യു, വേർ ആർ യു നൗ? യാ, എക്സാക്ട്ലി. I heard this quote. എൻ്റെ പാർട്ട്ണർ യൂഷ്വലി പറയുന്ന സംഭവമാണ്, there are no cowards, only people with anxiety. Yeah. So people see people with anxiety as cowards. ഒന്നും ധൈര്യമില്ലാത്ത ആൾ. So ജാസ്മിൻ ഇറങ്ങി പോകുന്നത് was actually a sign of strength and courage. I am not going to put up with bullshit. അതായിരുന്നു ജാസ്മിൻ്റെ മെസ്സേജ്. I have self respect. I'm not going to put up with bullshit. And that was the biggest ഒരു ഷോ ഓഫ് മെന്റൽ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. That was beautifully done too. എക്സാക്ട്ലി. അതായത് ജാസ്മിൻ അറിയാം, ജാസ്മിൻ ആ ഷോയിൽ നിന്നാൽ ജാസ്മിൻ്റെ മെൻ്റൽ ഹെൽത്തിന് അത് പ്രശ്നമാകും. ഓക്കെ, സോ ഇത്രയും വലിയ ഷോ, മേ ബി അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റ്, ആൻഡ് ഓൾസോ ഐ ടോൾഡ് ഹർ ഞാൻ പുറത്തുനിന്ന് വരുന്നതാണ്, ട്രസ്റ്റ് മീ, യു ഹാവ് എ ഹ്യൂജ് സപ്പോർട്ട് സിസ്റ്റം ഔട്ട്സൈഡ്, യു ഡോണ്ട് ഹാവ് ടു ഗോ. Basically, I'm not allowed to say that, but I'm very openly saying I entered into the bathroom and I said,
പുള്ളിക്കാരി പോകാൻ പോകുന്നതിന് മുമ്പ് I said, you have a huge support system outside, don't go. But she was like, I don't care about it. അതാണ് യഥാർത്ഥത്തിൽ സ്ട്രെങ്ത്. അത് ഒരാൾ വീക്കായിട്ട് ഇറങ്ങിപ്പോവല്ല. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ഇഫ് ദേ ക്ലിയർലി നോസ് you have a huge system, support system outside, you can win this show. There is a huge so much money, the payment, the fame. Kore alkarum they are craving for fame inside this show. So anganori showil ninnu, if I don't care about all of this thing at this point of time, what is my consideration is my mental health എന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങിപ്പോയെങ്കിൽ ദാറ്റ്സ് ദ കറേജ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സീസൺ കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ചർച്ച ചെയ്യപ്പെട്ടു, ഇൻക്ലൂഡിങ് മെന്റൽ ഹെൽത്ത്. ദാറ്റ്സ് വൈ we having this conversation right now. ഇപ്പം നമ്മൾ സംസാരിച്ച കാര്യങ്ങളിലൊക്കെ റിയാസ് കുറേ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് ബൗണ്ടറീസ് എന്ന്, അല്ലേ? യു കെപ്റ്റ് സേയിങ് ബൗണ്ടറീസ്. റിയാസിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നോട്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ബൗണ്ടറീസ് എന്ന് പറയുന്ന സംഭവം റിയാസ് എത്രയോ സ്ഥാപിച്ച ഒരു സാധനമായിരുന്നു. യു ഓൾവേസ് സെഡ് സ്റ്റേ അവേ. ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കേണ്ട, ആരോട് സംസാരിക്കാൻ റിയാസിന് താല്പര്യമില്ല, എവിടെ നിന്ന് മാറി നിൽക്കണം, എന്തിനെക്കുറിച്ച് റിയാസിന് സംസാരിക്കണം, എന്തിനെക്കുറിച്ച് സംസാരിക്കേണ്ട. യു ഓൾവേസ് ഹാഡ് എ ക്ലിയർ കട്ട് നോഷൻ ഓഫ് വാട്ട് യു വാണ്ടഡ് ആൻഡ് ഡിൻറ്റ്, റൈറ്റ്? ഹൗ മച്ച് സ്പേസ് യു വാണ്ടഡ് വിത്ത് ഹൂം, എത്രത്തോളം ബൗണ്ടറീസ് ഡ്രോ ചെയ്യണം എന്നതിനെയൊക്കെ കുറിച്ച് റിയാസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ പുറത്തു നിന്നും റിയാസ് സ്റ്റേ അവേ ഫ്രം മീ എന്നൊക്കെ പറഞ്ഞത് വളരെ നെഗറ്റീവായിട്ടാണ് കാണപ്പെട്ടത്. ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് അത് ബൗണ്ടറീസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും പല ആൾക്കാരും അതിനെ നെഗറ്റീവായിട്ട് കാണും. അതെന്താ അവൻ അങ്ങനെ പറയുന്നത്, ആ ഒരു രീതിയിലായിരുന്നു അതിനെ കണ്ടിരുന്നത്. Can you please tell us what are your boundaries, or why do you establish them, or how is it important to you? Why is it important to you? So നമ്മൾ നമ്മുടെ ലൈഫിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലെ ഡിഫറൻസ് എന്താണെന്ന്. ഓക്കെ, വെൻ ഐ സ്റ്റാർട്ടഡ് എസ്റ്റാബ്ലിഷിങ് മൈ ബൗണ്ടറീസ് വെരി ക്ലിയർലി ടു പീപ്പിൾ, എനിക്ക് പണ്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസ് അല്ല പിന്നുണ്ടായത്. ഓക്കെ, ദാറ്റ്സ് ഹൗ ബൗണ്ടറീസ് ഷുഡ് വർക്ക്. ഓക്കെ, ഐ ബിലീവ് ദർ ബി ഫിസിക്കൽ ബൗണ്ടറീസ്, എമോഷണൽ, മെൻ്റൽ ആൻഡ് ഫിനാൻഷ്യൽ, അറ്റ്ലീസ്റ്റ് ടൈം ആണെങ്കിൽ പോലും. ഓക്കെ, ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സെക്ഷൽ ബൗണ്ടറീസ് ഓൾസോ, ഇതൊക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വൺസ് വി സ്റ്റാർട്ടഡ് എസ്റ്റാബ്ലിഷിങ് ആ ബൗണ്ടറീസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇഫ് നമ്മൾ വെരി എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ സെക്ഷൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഈവൻ സംബഡി ഈസ് ട്രൈങ് ടു ടച്ച് അസ് അൺകംഫർട്ടബിളി. ഓക്കെ, നമ്മുടെ സെക്ഷൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഫിസിക്കൽ ബൗണ്ടറീസ് നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അതവർക്കൊരു സൈനായിട്ട് അവരതെടുക്കും. അതൊരു ഹിൻ്റാണ്. വി ആർ നോട്ട് റിയാക്ടിങ്. ഓക്കെ, അതുകൊണ്ട് ദാറ്റ് മീൻസ് വി ആർ ഓക്കെ വിത്ത് ഇറ്റ്. അവർക്ക് ഇനി മുന്നോട്ട് പോകാം. സ്റ്റാർട്ടിങ്ങിൽ അവർ കയ്യിൽ നിന്ന് നമുക്ക് സൈൻ കിട്ടുമ്പോൾ തന്നെ വി ആർ ക്ലിയർലി സേയിങ് നോ, സ്റ്റേ അവേ എന്ന് പറയുകയാണെങ്കിൽ. ഷോയിൽ എനിക്ക് സെക്ഷൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, ഫിസിക്കലി വന്നിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മൾ അപ്പോൾ ക്ലിയർലി പറയുകയാണെങ്കിൽ അതവിടെ നിൽക്കും. പിന്നെ ഒരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി പോവേണ്ടി വരില്ല. ഓക്കെ, same way. It was actually very impressive because I found it very impressive. റിയാസ് ആ ഒരു രീതിയിൽ ബൗണ്ടറി സെറ്റ് ചെയ്തത്, എസ്പെഷ്യലി ഒരു തല്ല് ഒരു പീക്കിലേക്ക് എത്താൻ പോകുന്നു എന്നാവുമ്പോൾ റിയാസിന് അറിയാം ദിസ് കുഡ് ഗെറ്റ് വയലന്റ്, ദേ കുഡ് ത്രോ ഹാൻഡ്സ്, കൈകൊണ്ട് അടി ഉണ്ടാവാം, ഇടി ഉണ്ടാവാം. അത് അറിയുന്നതിന് മുമ്പേ തന്നെ യു സെഡ് സ്റ്റേ അവേ ഫ്രം മീ. കൈ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്, ഡു നോട്ട് യൂസ് യുവർ ഹാൻഡ്സ്, അല്ലെ? അസോൾട്ടിലേക്കും വയലൻസിലേക്കും ഇത് കടക്കരുത്. ആ ഒരു രീതിയിലായിരുന്നു റിയാസ് പറഞ്ഞിരുന്നത്. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് റിയാസ് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അടി ഉറപ്പായേനെ. അത്രയ്ക്കും ആൾക്കാരിങ്ങനെ മേലെ ചാടിക്കേറി വന്ന് അഗ്രസീവായിട്ട് ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ റിയാസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. സോ യുവർ ബൗണ്ടറീസ് റിയലി വെരി സ്ട്രോങ് ആൻഡ് വെരി വെരി എൻഫോഴ്സ്മെന്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. വേർ ഡിഡ് യു ലേൺ ഇറ്റ് ആൻഡ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു ഫർദർ അഗൈൻ? So it's not just one contestant, multiple male contestants trying to charge at me. Okay, they tried to charge at me pala pravashyam. Okay, and ഞാൻ വളരെ loudly I was having conversation, അവരും വളരെ loudly സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. and I can clearly see they are charging into me. എൻ്റെ അടുത്തേക്ക് വരാണ് my face to face. അപ്പോൾ ഞാൻ ക്ലിയർലി എൻ്റെ കോൺവെർസേഷൻ അവിടെ നിർത്തും. ഞാൻ ലൗഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അവിടെ നിർത്തി, ആ ടോപ്പിക്ക് ഞാൻ അവിടെ അവസാനിപ്പിച്ചിട്ട് ഐ വിൽ സേ സ്റ്റേ അവേ, എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ, യു ഹാവ് യുവർ കോൺവെർസേഷൻ. ഓക്കെ, ദാറ്റ്സ് ഹൗ ഐ കീപ് മൈ ഫിസിക്കൽ ബൗണ്ടറീസ്. ഓക്കെ, കാരണം ചിലപ്പോൾ അവിടെ തല്ലുണ്ടാവാം. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ഹൗ
ഇൻ റിയൽ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ആ ബൗണ്ടറീസ് കീപ്പ് ചെയ്താലും കീപ്പ് ചെയ്തില്ലെങ്കിലും അത്രയും വലിയൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവാം. ബിക്കോസ് ദാറ്റ് ഈസ് റിയൽ ലൈഫ്. ഓക്കെ, ബിഗ് ബോസ് ഹൗസിൽ അവിടെ എല്ലാവർക്കും ഒരു കൺട്രോൾ ഉണ്ട്. പല ആൾക്കാർക്കും ഇവൻച്വലി കൺട്രോൾ ഇല്ലാതെ പോയി അതിൻ്റെ കോൺസിക്വൻസസ് അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ആസ് നമ്മുടെ ബൗണ്ടറീസ് പ്രോപ്പർലി സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഫിസിക്കൽ പറഞ്ഞതുപോലെയും സെക്ഷൽ പറഞ്ഞതുപോലെയും ഈവൻ നമ്മുടെ ഫിനാൻഷ്യൽ ആണെങ്കിൽ പോലും ഈവൻ ജസ്റ്റ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഹൗ വി സ്പെൻഡ് ആ മണി ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അവിടെയും ബൗണ്ടറീസ് ആൻഡ് ടൈം. നമ്മൾ ഓരോ ദിവസത്തെയും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ടൈമിന് നമ്മൾ എത്രമാത്രം ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓരോ കാര്യത്തിനും പ്രയോറിറ്റീസ് കൊടുക്കാൻ. ദാറ്റ്സ് ഓൾസോ എ ബൗണ്ടറി. സോ ഇഫ് നമുക്കൊരു പ്രോപ്പർലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ലൈഫ് വേണമെങ്കിൽ, ഭയങ്കര മോശം എക്സ്പീരിയൻസസ് കിട്ടാതിരിക്കണമെങ്കിൽ, നമ്മൾ സെക്ഷൽ അസോൾട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ വെരി സിംപ്ലി നമുക്ക് പറയാവുന്ന ഒരു നോ നമ്മൾ പറയാത്തത് കൊണ്ടായിരിക്കാം ഇവൻച്വലി അതൊരു റേപ്പിലേക്ക് പോലും പോകുന്നത്. ഓക്കെ, ദാറ്റ്സ് നോട്ട് ബേസിക്കലി നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാത്തത് കൊണ്ടുണ്ടായ പ്രോബ്ലം അല്ല, ഇറ്റ്സ് ദെയർ പ്രോബ്ലം. ദ വൺ ഹൂ സെക്ഷലി അസോൾട്ടിങ് അവരുടെ പ്രശ്നമാണ്. ബട്ട് സ്റ്റിൽ വി ക്യാൻ ട്രൈ ടു എ ലിമിറ്റ്. യെസ്, നമ്മൾ നമ്മളെ ബൗണ്ടറീസ് സെറ്റ് ചെയ്താൽ നമ്മുടെ സേഫ്റ്റി കുറച്ചെങ്കിലും ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ഉറപ്പാക്കാം. Exactly. That's all we can do. So just do it. Riyas, you were telling us about how ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് വന്നതിന് ശേഷമുള്ള ലൈഫിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. കെൻ യു എലാബറേറ്റ് എ ലിറ്റിൽ മോർ അബൌട്ട് ഹൗ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ഹൗസ്? ബിഗ് ബോസ് കഴിഞ്ഞൊന്ന് ഇറങ്ങി വന്നതിന് ശേഷം വാട്ട് ഹാസ് ഹാപ്പൻ ടു യു ഓൾ? കണ്ടസ്റ്റൻസിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? റിയാസ് എങ്ങനെയുണ്ട്? മെൻ്റലി എങ്ങനെ ഫീൽ ചെയ്യുന്നു? നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ബ്രേക്ക് എടുക്കുകയാണ്, ഞാൻ അങ്ങനെ എല്ലാത്തിനും വിളിച്ചതിനൊക്കെ പോവാനോ എല്ലായിടത്തും ഓടിച്ചാടി പോവാനോ ഷൗട്ട് ചെയ്യാനോ സ്ക്രീം ചെയ്യാനോ ഒന്നും നിൽക്കുന്നില്ല എന്ന്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഓൾ ഓഫ് യുവർ ലൈഫ്സ്? നിങ്ങൾ ഉദ്ദേശിച്ചതാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? ഇസ് യുവർ ഇൻറ്റൻഷൻ ഫുൾഫിൽഡ്? വാട്ട് ഈസ് ഗോയിങ് ഓൺ? കെൻ യു ടെൽ us more about how your mental health is also outside, after getting out of the show? So you generally asked about all contestants. അതിൽ അറിയാവുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറയാം. സോ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിലേക്ക് പോകുമ്പോൾ എക്സ്പെക്ട് ദ വേഴ്സ്റ്റ്. നിങ്ങൾക്ക് സംഭവിക്കാവുന്ന എന്താണ് അത് പ്രതീക്ഷിച്ച് പോവുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ മറിയുന്നതും ചിലപ്പോൾ ബിഗ് ബോസ് കാരണം തന്നെ ആയിരിക്കാം. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇഫ് ഫെയിം മാത്രം ഉദ്ദേശിച്ച് പോകുന്ന ആൾക്കാരിന് ഡസൻ മാറ്റർ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഫെയിം കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ല. യു ജസ്റ്റ് നീഡ് ഫെയിം, യു ജസ്റ്റ് നീഡ് അറ്റൻഷൻ. അങ്ങനെയാണെങ്കിൽ യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ബി അമേസിങ് ആഫ്റ്റർ ബിഗ് ബോസ്. ഓക്കെ, അടിപൊളിയായിരിക്കും. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് കിട്ടും. ഓക്കെ, ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു എല്ലാ ലൈഫിൻ്റെയും ആസ്പെക്റ്റിലേക്ക് എന്നിട്ട് നമ്മൾ ബിഗ് ബോസിലേക്ക് പോവാണ്, തിരിച്ചിറങ്ങുകയാണ് എങ്കിൽ ഇറ്റ്സ് കുറേ ആൾക്കാർക്ക് അത് മിക്സ്ഡ് ആയിരിക്കാം. കുറേ ആൾക്കാർക്ക് യെസ് ഫെയിമിന് വേണ്ടി മാത്രമല്ല പോയതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു, അത്യാവശ്യം നല്ലതുപോലെയൊക്കെ നിൽക്കാൻ ശ്രമിച്ചു. ഓക്കെ, അത്യാവശ്യം സേഫായിട്ടൊക്കെ ഇൻറ്റൻഷനലി നിന്നെങ്കിൽ യുവർ ലൈഫ് വിൽ ബി സ്മൂത്ത് ഔട്ട്സൈഡ്. ഓക്കെ, പക്ഷേ എനിക്കറിയാവുന്ന പല കണ്ടസ്റ്റൻ്റെയും മെൻ്റൽ ഹെൽത്തിനെ ബിഗ് ബോസ് എങ്ങനെ എത്രമാത്രം എഫക്റ്റ് ചെയ്തു എന്നുള്ളത് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഐ എം സീയിങ് മൈ ഫ്രണ്ട്സ് ഗോയിങ് ത്രൂ വാട്ട് ആൻഡ് വാട്ട്. ഓക്കെ, അവരുടെ പേഴ്സണൽ ലൈഫിനെ ബിഗ് ബോസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത്, അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിന് ബിഗ് ബോസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവരുടെ വർക്കിനെ എങ്ങനെയാണ് ബിഗ് ബോസ് എഫക്റ്റ് ചെയ്തത്. ബിക്കോസ് ബിഗ് ബോസ് മലയാളം ഇസ് ഹാപ്പനിങ് ഇൻ കേരള. ഓക്കെ, നമ്മുടെ കേരളത്തിലെ മനുഷ്യന്മാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, പക്ഷേ ഇൻ റിയൽ ലൈഫ് അവർ അതുപോലെ തന്നെ ആയിരുന്നു. ലെറ്റ് ഇറ്റ് ബി അവർ ഡ്രസ്സ് ചെയ്യുന്ന രീതി, ലെറ്റ് ഇറ്റ് ബി അവരുടെ പേഴ്സണൽ പ്രെഫറൻസസ്, ലെറ്റ് ഇറ്റ് ബി സെക്ഷുവാലിറ്റി, അല്ലെങ്കിൽ അവരുടെ ക്ലോത്തിങ്, അവരെങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത്, അല്ലെങ്കിൽ അവർ സ്മോക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അവർ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതൊക്കെ ആ ഷോയിൽ ഏത് രീതിയിൽ വലിച്ചു കീറപ്പെട്ടു ബൈ കണ്ടസ്റ്റൻസ്. ഓക്കെ, ആ കണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുറത്ത് അത് ഏതൊക്കെ രീതിയിൽ വലിച്ചു കീറി സോ ദാറ്റ് യു ക്യാൻ അപ്ലിഫ്റ്റ് യുവർ ഫേവറേറ്റ്. ഓക്കെ, അത് ഓരോ കണ്ടസ്റ്റൻറ്റിനെയും എത്രമാത്രം പുറത്ത് അവരുടെ പേഴ്സണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്തു. ദാറ്റ്സ് കൈൻഡ് ഓഫ് സോ ഡ്രമാറ്റിക്. അപ്പോൾ ചില കണ്ടസ്റ്റൻസ് ഇങ്ങനെയുള്ള പല ഇൻഫർമേഷൻസും അതിനകത്ത് യൂസ് ചെയ്തു, ഈവൻ ദോ ദേ ആർ ഓൾസോ ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിനകത്ത് അത് യൂസ് ചെയ്തിട്ട് പുറത്ത് ഇറങ്ങി കഴിയുമ്പോൾ
ഞങ്ങളിവിടെ വലിച്ചു കീറി ഒട്ടിച്ചു അവരുടെ ജസ്റ്റ് ഗെറ്റ് അറ്റൻഷൻ ഓൺ ദെംസെൽവ്സ്. എക്സാക്ട്ലി. സോ ബാക്കിയുള്ളവരെ മോശമായി കാണിക്കുവാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് മോശമായി സംസാരിച്ചു. സോ ദിസ് കീപ്സ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ഹൗസ്. യെസ്, അത് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് നെസസറി ബിഗ് ബോസിൽ വരുന്ന എല്ലാ ആൾക്കാരും റിയൽ ആയിട്ട് നിൽക്കുമെന്ന്. ഇഫ് ബിഗ് ബോസ് ഇസ് എ ഷോ, നിങ്ങൾക്ക് ഫെയിം വേണമെങ്കിൽ ബിഗ് ബോസ് ഇസ് ദ ബെസ്റ്റ് ഫെയിം തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മളതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇഫ് യു ഗോയിങ് ഓൺ ടു ദ ഷോ ആൻഡ് യു ആർ ആക്ടിങ് ലൈക്ക് എ സെയിൻറ്റ്, പറയാണ് ഈ കാര്യം ഭയങ്കര മോശമാണ്, സ്മോക്കിംഗ് ഞാൻ ഭയങ്കര എതിർപ്പുള്ള ഒരു കാര്യമാണ് എന്നൊക്കെ വലിയ വലിയ ഡയലോഗ്സ് അടിക്കുന്നു. ഈവൻ വെൻ ക്ലിയർലി അവർക്കറിയാം സ്മോക്കിങ് പുറത്ത് കാണിക്കാൻ പോകുന്നില്ല. ഒൺലി വെൻ ഇതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ സ്മോക്കിംഗ് ഒക്കെ പുറത്തേക്ക് വരുള്ളൂ. അതർവൈസ് എന്തിന് കുറേ പുരുഷന്മാർ പോലും ബിഗ് ബോസ് ഹൗസിൽ സ്മോക്ക് ചെയ്യും. ബട്ട് പല ആൾക്കാർക്കും അറിയ പോലില്ല ഏതൊക്കെ പുരുഷന്മാരാണ് സ്മോക്ക് ചെയ്യുന്നത്. ദേ ഹാവ് നോ ഐഡിയ. ഈ ബിഗ് ബോസ് മലയാളം സീസൺ 4 ഉണ്ടായിരുന്ന ഏതൊക്കെ പുരുഷന്മാർ സ്മോക്ക് ചെയ്യുമെന്ന് പുറത്ത് ഇപ്പോഴും ഒരു മനുഷ്യന്മാർക്കും അറിയില്ല. പക്ഷേ ഏതൊക്കെ ലേഡി കണ്ടസ്റ്റൻസ് സ്മോക്ക് ചെയ്യുമെന്ന് ക്ലിയർലി അറിയാം. ഓക്കെ, കാരണം അത് കേരള പ്രേക്ഷകരിലേക്ക് എടുത്തു വിട്ടാൽ ആ സ്ത്രീകൾ എങ്ങനെ വലിച്ചു കീറപ്പെടും, അതെങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ച് ക്ലിയർലി ചെയ്ത കണ്ടസ്റ്റൻസും ഉണ്ട്. ബട്ട് ദേ ആർ ലൈക്ക് ദാറ്റ് ഓൺലി ഔട്ട്സൈഡ് ഓൾസോ. അവരും പുറത്ത് സ്മോക്ക് ചെയ്യുന്ന മനുഷ്യന്മാരാണ്, ഷോന്ന് ഇറങ്ങി തന്നെ സ്മോക്ക് ചെയ്യുന്ന മനുഷ്യന്മാരാണ്. ഓക്കെ, ബട്ട് ദേ ക്ലിയർലി യൂസ്ഡ് ഇറ്റ്. അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി, അൺഫോർച്ചുനേറ്റ്ലി. യുനോ, ഈവൻ ദ മെജോറിറ്റി ഓഫ് ദ ഓഡിയൻസ്, they'll always have a tough time to understand who's real, who's faking it. ഏത് ആൾക്കാരെ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്ന് ഇറ്റ്സ് ഹാർഡ് ഫോർ ദം. ഓക്കെ, പക്ഷേ ഐ ബിലീവ് കുറച്ചൊക്കെ സെൻസിബിൾ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവും. സോ ട്രൈ ടു ബി സെൻസിബിൾ അറ്റ്ലീസ്റ്റ് ഫ്രം ദ നെക്സ്റ്റ് സീസൺസ്. ഓക്കെ, ആവശ്യമില്ലാതെ ബാക്കിയുള്ളൊരു പേഴ്സണൽ പ്രെഫറൻസിനെയും അവരുടെ ക്ലോത്തിങ്. ബിഗ് ബോസ് മലയാളത്തിൽ വന്നിട്ട് അവൾക്ക് അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ എന്ത് ധൈര്യം? ബിക്കോസ് അവളുടെ റിയൽ ലൈഫിൽ അങ്ങനെയായിരുന്നു ഡ്രസ്സ് ചെയ്യുന്നത്. ഷോയിൽ വന്നിട്ട് ഓക്കെ ഞാൻ മലയാളം ഷോയിലാണ് വരുന്നത്, ഞാൻ ഫുള്ള് പൊതിച്ച് നിൽക്കാം, കുറച്ച് മലയാള തനിമ അഭിനയിക്കാം, ഞാൻ ഇവിടെ ജീവിക്കുന്നതാണെങ്കിലും ഞാൻ ബാംഗ്ലൂരാണെങ്കിൽ ലുക്ക് അറ്റ് മീ എന്നൊന്നും നിമിഷയ്ക്ക് പറയാൻ പറ്റൂല. ഷീ ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതുപോലെ അവിടെ ചെന്ന് നിൽക്കുക. ദാറ്റ് ഈസ് ഓൾ പേർപ്പസ് ഓഫ് ബിഗ് ബോസ്. ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ് ഷുഡ് വർക്ക്. അവിടുന്ന് എന്ത് സംഭവിക്കുന്നു, യു ജസ്റ്റ് ജഡ്ജ് എ പേഴ്സൺ. ബിഗ് ബോസ് ഇസ് എ പേഴ്സണാലിറ്റി ഷോ. If you love their personality, accept it. Not do they smoke, do they drink, look at their clothing, are they women and they still doing it? Like look at the guy, look at his features, look at the way they more about the person who is judging this. അവരുടെ പേഴ്സണാലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. Exactly. If you're judging people for their preferences, അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ വാല്യൂസിനാണ് കാണിക്കുന്നത്. Exactly. റിയാസ് നേരത്തെ പറഞ്ഞു നമ്മൾ സെൻസിബിൾ ആയിരിക്കണം, എന്താണ് റിയൽ എന്താണ് ഫേക്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ്, അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഫിഗർ ഔട്ട് ഹൂ ഇസ് മോർ സെൻസിബിൾ among us. Okay, so don't do that. I've seen you. Sometimes I'm not that great at catching bullshit. Sometimes I also fall for lies. Okay, so we're going to play a game. Okay, we're going to play a game where I'll give you 2 papers. 1 ഉം 2 ഉം മാർക്ക് ചെയ്തിട്ടുള്ള 2 പേപ്പേഴ്സ് ഉണ്ടാവും. ഒന്നിലൊരു സത്യം എഴുതണം, ഒന്നിലൊരു കള്ളം എഴുതണം. Something that has happened to you. You can make it up or you can write something that's happened to you. ഒന്നിൽ ട്രൂ, ഒന്നിൽ ലൈ. ഞാനും അതുപോലെ എഴുതും. എന്നിട്ട് we'll pick one. Okay, I'll pick one of yours. And then I'll have 60 seconds to confirm, ask you a few questions and see അത് സത്യമാണോ കള്ളമാണോ എന്ന് ഞാൻ ഡിറ്റർമിൻ ചെയ്യാൻ. ഓക്കെ, അതേപോലെ എൻ്റെതും റിയാസ് പിക്ക് ചെയ്തിട്ട് അത് സത്യമാണോ കള്ളമാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യണം 60 സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട്. റെഡിയാണോ? ഓക്കെ, തുടങ്ങാം. സൂപ്പർ റെഡി. റെഡി അല്ലേ? ഞാൻ പിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, that's surprising. 2 girls kissed me without my consent while I was in 7th grade. Okay, എൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ആര് നോക്കാൻ പോകുന്ന സമയം നോക്കിക്കോ. I have 60 seconds to ask you questions. Were you an extrovert in school in 7th grade? No, I was an introvert. You were an introvert. Yeah. Where did this happen? At my school. This happened inside the school. സ്കൂളിനകത്ത്, വീട്ടിലൊന്നും വന്നപ്പോഴൊന്നുമല്ല. No, സ്കൂളിനുള്ളിൽ, ക്ലാസ് റൂമിൽ. ബാക്കിയുള്ളവരുടെ മുന്നിലായിരുന്നു? No, of course not.
Both the girls were there together, or these are two different incidents? Two different incidents. Were both of them friends? No. Did both of them know that this happened? No. Did anybody else know? Yes. Was it the talk of the class? No. If this is a lie, you're really good at this. Okay. You have to figure it out. That is your job. Wow. In career na question if I can't understand your lie. Psychologist. Ah, Come on, Sonu. You can do this. Okay, പക്ഷേ അവർ നിന്നെ കിസ് ചെയ്തപ്പോൾ നിനക്ക് എന്താ ഫീൽ ചെയ്തത്? It was without your consent. No, how did you feel? Without my consent, but since it was so good, I liked it. What did you tell them after it? I didn't say much. I just enjoyed. You did not want to have a relationship with either of them. Did they want it? I didn't want that time. Why? They wanted. They wanted. Yeah, they wanted. And how did that go? അവർക്ക് വിഷമായോ? I ഉണ്ടാവാം ചിലപ്പോൾ. I don't know. അവർ സംസാരിച്ചില്ല നിന്നോട്? കള്ളം പറയാ, ഇത് കള്ളം. This is a lie. This is a lie. I'm figuring out this is a lie. This is a lie. Okay. Confirmed? I don't know. You have to say. That's your thing. I think this is a lie. You think this is a lie? Yeah. Girl, you failed. That's true. That's true. That actually happened. That actually Congrats, man. For what? Getting kissed without consent? No, without but you consent. liked it. I liked it pretty much. Okay, awesome. My turn. Okay. You're a psychologist, right? Sorry, she's so good at it. Trust me, if you're watching this, trust me, she's so good. Because I'm kind of taking therapy from her, but properly ini undav. So I farted very loudly in an elevator and looked at Umma and people turned around. Did you? Okay, so when this happened, ഇത് എപ്പോഴാണ് നടന്നത്? This happened Yesterday? Yesterday. Okay. I know നിങ്ങൾ ഇന്നലെ എലിവേറ്ററിൽ കുറേ പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ടാവും. I know because I know you were traveling and all. So there is a probability, but still okay. And ഉമ്മാൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഉമ്മ ഇങ്ങനെ കണ്ണിങ്ങനെ വീഴ്ച നിന്നു. She did not exactly understand at first. ഉമ്മാൻ്റെ അടുത്തേക്ക് പിന്നെ സ്മെൽ എത്തി. Oh shit, I loved it. ഇത് ആക്ച്വലി ഇത് കേൾക്കുമ്പോൾ എനിക്ക് ബിഗ് ബോസിലേക്ക് ഓർമ്മ വരും. ബിക്കോസ് Jasmine were always accusing me ki Riyaz, did you fart? And I'm like, no, swear to my mother I didn't. അതൊക്കെ ലൈവിൽ പോകുന്നുണ്ടായിരുന്നു. You know, ഞാൻ വേറൊരു കാര്യത്തിന് ഉമ്മാനെ കൊണ്ട് സത്യയിട്ടിട്ടില്ല. ഈ കാര്യം മാത്രം ജാസ്മിൻ റിയാസ് ഇറ്റ്സ് യു, I can smell all over here. And I'm like, no, I didn't. Swear to my mother I didn't fart. You know. Okay, so was the people looking at you? People just turned because it was coming from the back. So there was smell. Well, I knew I farted, so first എൻ്റെ അടുത്തല്ല smell എത്തി. Okay, this is a lie. What makes you say it's a lie? Because when you said it just happened yesterday, chances കുറവാ. ചിലപ്പോൾ എൻ്റെ അടുത്ത് ഒരു വർഷം മുമ്പ് നടന്നതാണ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് നടന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായാണ്. And I think I'm so good at sensing people. And your eye says ki it's a lie. It's a lie. What makes you say it's a lie? Are you sure? Is it even happened? Okay, Umma is right there. I'm gonna ask directly. First of all, let me ask you, how dare you? Why? You clearly knew you were in a lift. അവിടെ air ventilation proper ആയിരുന്നു. Do you think I fart by controlling myself and being like, okay, ഞാൻ ഒരു മിനിറ്റിന് ശേഷം മാത്രമേ വളിയിടുള്ളൂ, ഞാൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആരും ഇല്ലാത്തൊരു സ്ഥലം നോക്കി അവിടെ പോയി ഞാനിടും? Seriously? But that's how I do it. Trust me. I remember. You can control your fart. I can. But പിന്നെ later വരില്ല എന്നുള്ളൂ. Okay, what is this conversation? Okay. I think we shouldn't have this conversation. Okay, I'm really sorry. I am a normal human being. Okay, It just happens. Yeah, it just Liftilum, happens. bedroomil, okay, it happens. That's humane and that's okay. I'm not judging you. You can fart wherever You you lied to want. Jasmine also, no? Sorry? You lied to Jasmine also, right?
What? that you didn't fart? I didn't. That's oh my god, I didn't. That's why I didn't. So you went to the bathroom, especially. Big Boss ഹൗസിൽ എല്ലാവരും ബാത്റൂമിൽ പോയിട്ടാണോ The problem is Big Boss ഹൗസിലെ ബാത്റൂമിൽ പോലും ടോയ്ലറ്റിൽ പോലും വലിയ വലിയ മൈക്ക് ഉണ്ട്. So it's so hard for us even to fart. Trust me, yeah. Okay. They'll be listening to everything. കാരണം ബാത്റൂമിനുള്ളിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കോൺവെർസേഷൻസ് നടന്നാൽ അതവർക്ക് അറിയണം. ഓക്കെ, അതുകൊണ്ട് അവിടെയും വലിയ വലിയ മൈക്കുകളുണ്ട്. സോ ആദ്യത്തേക്ക് ഫ്യൂ ഡേയ്സ് ഐ വാസ് ലൈക്ക് സോ കോൺഷ്യസ് അബൌട്ട് മൈ ഫാർട്ട്. ദെൻ ഐ വാസ് ലൈക്ക് fuck it. Thank you so much, Riyaz, for this By the beautiful way- conversation. By the way, I said that is a lie. Oh, Was that? yeah, it was a lie. Yeah, I knew. I should be a psychologist, dude. Yeah, you probably can be. Yeah. Okay. Actually, the thing is, I've always been told that I'm a very bad liar. So, but I don't think I did badly, okay? No, I was you're a not good that liar. alle You korchu are. okay ആയിരുന്നില്ലേ. So I'm learning, right? But I'm good at understanding lies. You're very good at catching bullshit. Yeah, I'm very good at it. That's what I was doing in Big Boss house too. Ah, that's how you reached that far. So thank you so much, Riyaz, for being here with us today. I lost you one, fine. But thank you so much for this conversation. I'm really glad that I got to talk to you. Yeah. So am I. You know. This is our first meet. Yeah, we are properly meeting for the first time, but we were like friends together for the last 2 Yeah. years. Yeah. It felt really comfortable talking to you. ആദ്യമായിട്ട് സംസാരിക്കുന്നതെന്ന് തോന്നിയില്ല. It felt really nice. So thank you so much and Thank you so all much. the best for your future. Thank you. Yeah, may you get awesome opportunities. May you do awesome things. May I you be wish. an amazing entertainer. I wish Allah. I will. I will for sure. Awesome. See you in many screens in the future, Riyaz. Thank you so much for today. Thank you so much for having me.